നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 തീയതി ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന അതിശക്തിയാർന്ന മൂന്നാം പിറ ദർശനമാണ്. ഇന്ന് വൈകിട്ട് 6:04 മുതൽ 6:55 കയ്യിൽ 2 രൂപ നാണയം വെച്ചുകൊണ്ട് ഇനി പറയുന്ന വാക്ക് ചൊല്ലി നോക്കൂ. അസുരവേഗത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. ഇന്ന് നവരാത്രിയോട് ചേർന്ന് വരുന്ന അതിശക്തിയാർന്ന മൂന്നാം പിറ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആരും നഷ്ടപ്പെടുത്തരുത്. കാരണം ഇന്ന് ചെയ്യുന്ന ഏതൊരു പണവശ്യ പരിഹാരങ്ങളാണെങ്കിലും അതെല്ലാം മന്ത്രജപമാണെങ്കിലും അതിന് 1000 മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പരിഹാരത്തിലൂടെ വളരെ പെട്ടെന്ന് റിസൾട്ടും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ദുർഗാദേവിയെയും ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. പ്രധാനമായും കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും പണയത്തിലുള്ള സ്വർണങ്ങൾ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും ഇനി പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിലും വളരെ ലളിതമായ ഈ പരിഹാരം ഇന്ന് ഒരേ ഒരു ദിവസം മാത്രം നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായും അച്ചിട്ട പോലെ തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലവും ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ പഞ്ചാംഗ പ്രകാരം മൂന്നാം പിറ ദർശിക്കുവാൻ സാധിക്കുന്ന കൃത്യമായ സമയം ഏതാണെന്ന് നോക്കാം. ഇന്ന് വൈകിട്ട് 6:16 മുതൽ 6:53 മൂന്നാം പിറ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഈ ഒരു പരിഹാരവും ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി കുളിച്ച് ശുദ്ധിയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്യുക. നവരാത്രി കാലമായതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ വീടുകളിലും വ്രതം അനുഷ്ഠിക്കുന്നവരായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നില്ല, നോൺ വെജ് കഴിച്ചു പോയി, അങ്ങനെയുള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരിയഡ്സ് ആയിരുന്നാലും ഒരു കുഴപ്പവുമില്ല. ഇന്നത്തെ ഈ ഒരു പരിഹാരം നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, ഇനി അതല്ല നിങ്ങൾ യാത്രക്കിടയിലാണ്, അങ്ങനെ എവിടെയായിരുന്നാലും ശരി, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിനായി പ്രധാനമായും ആവശ്യമുള്ളത് 2 രൂപ നാണയമാണ്. 2 എന്നത് ചന്ദ്രഭഗവാന് പ്രാധാന്യമുള്ള നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരത്തിന് 2 രൂപ കോയിനാണ് എടുക്കേണ്ടത്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ തറയിലാണ് ഇരിക്കുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരിക്കാവുന്നതാണ്. ഇനി പ്രായമായവരോ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിലും ഇരിക്കാവുന്നതാണ്. കസേരയിൽ ഇരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഇനി സ്ത്രീകളാണെങ്കിലും ശരി, അതല്ല പുരുഷന്മാരാണെങ്കിലും ആര് ഈ പരിഹാരം ചെയ്താലും നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ 2 രൂപ നാണയം വെച്ച് കൈകൾ നല്ലതുപോലെ ചുരുട്ടിപ്പിടിക്കുക. അതിനുശേഷം ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും പാർവതീദേവിയെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. 16 തരത്തിലുള്ള സമ്പത്തും എന്നിൽ വന്നു ചേരണം, വീട്ടിൽ പണം നിറയണം, കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കണം എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം 15 മിനിറ്റ് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ശ്രീം ധനചന്ദ്രമൗലീശ്വരായ വശ്യവശ്യ സ്വാഹ. ശ്രീം ധനചന്ദ്രമൗലീശ്വരായ വശ്യവശ്യ സ്വാഹ. ശ്രീം ധനചന്ദ്രമൗലീശ്വരായ വശ്യവശ്യ സ്വാഹ. 15 മിനിറ്റാണ് ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത്. ഇനി ഇത്ര തവണ ചൊല്ലണം, അതായത് കൗണ്ടിങ് ഈ ഒരു ജപത്തിന് നിർബന്ധമില്ല. വളരെ ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ 15 മിനിറ്റ് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലിത്തീർന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള 2 രൂപ നാണയം ഒരു പേപ്പറിൽ മടക്കി അല്ലെങ്കിൽ സിപ്ലോ കവറിലാക്കി നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. അലമാരയിലോ പണപ്പെട്ടിയിലോ അതല്ല നിങ്ങളുടെ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ അങ്ങനെ എവിടെയും ഈ നാണയം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. പണപ്പെട്ടിയിൽ വെക്കുന്ന ഈ നാണയം ഒരു കാരണവശാലും ചിലവാക്കുവാൻ പാടില്ല. കാരണം ഈ നാണയത്തിന് പണവശ്യശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും ചിലവാക്കരുത്. ഇനി നവരാത്രി കാലമായതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരാഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയും, അതല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ തീരണമെങ്കിലും, നല്ലൊരു ജോലി, വിവാഹം, സന്താനഭാഗ്യം, അങ്ങനെ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അതിനായി ഒരു മൺവിളക്ക് കൊളുത്തി ദുർഗാദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി അതല്ല രാഹുകാലത്തിൽ ദുർഗാദേവിക്ക് നാരങ്ങാദീപം കൊളുത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 4:30 വരെയാണ് രാഹുകാലം വരുന്നത്. ഈ ഒരു സമയത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് നാരങ്ങാ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി മൺവിളക്കാണ് നിങ്ങൾ കൊളുത്തുന്നതെങ്കിൽ ആ മൺവിളക്കിന് മുൻപിൽ ഒരു വെറ്റിലയോ അല്ലെങ്കിൽ വാഴയില കീറോ വെച്ച് അതിൽ ദേവിയുടെ നാമം ചൊല്ലി കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ഓം ദുർഗാദേവിയെ നമഃ എന്ന് 108 തവണ ചൊല്ലി കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. കുങ്കുമാർച്ചന ചെയ്യുമ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുവാൻ പാടില്ല. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതുമാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. ഇനി സന്താന ഭാഗ്യമില്ല, അല്ലെങ്കിൽ വിവാഹ തടസ്സമുണ്ട്, തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ തുടർച്ചയായി നഷ്ടമുള്ളവർ, കൂടാതെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരും ഇന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചുവന്ന ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ ചുവന്ന അരളിപ്പൂവോ ദേവിക്ക് സമർപ്പിച്ച് ഈ മൺവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗത്തിൽ തന്നെ പരിഹാരം ഉണ്ടാകുന്നതാണ്. ഈ പറഞ്ഞ 2 വഴിപാടിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വഴിപാട് ചെയ്ത് ഭക്തിയോടുകൂടി വൈകിട്ട് ഒരു 6:30-ക്ക് ശേഷം വീടിൻ്റെ മുറ്റത്ത് വന്ന് 3-ാം പിറ ദർശിക്കുവാൻ സാധിച്ചാൽ അത് ദർശിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും ദുർഗാദേവിയെയും മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം അതെന്ത് തന്നെയാണെങ്കിലും അത് ഭഗവാനോട് പറയുക, ഈ പ്രപഞ്ചത്തിനോട് പറയുക. ഉറപ്പായും ദുർഗാദേവിയും ശിവഭഗവാനും ചന്ദ്രഭഗവാനും നിങ്ങളെ ഒരു കാരണവശാലും കൈവിടില്ല. കാരണം നവരാത്രിയുടെ അതിശക്തിയാർന്ന 2-ാമത്തെ ദിവസമാണിന്ന്. മാത്രമല്ല ഈ ദിവസത്തിനോട് ചേർന്ന് വരുന്ന 3-ാം പിറ ആയതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വളരെ വളരെ പവർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് 100% ഫലം ഉണ്ടാകുന്നതുമാണ്. ഇനി ജോലിക്ക് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ രാഹുകാല സമയത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദീപ വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ രാഹുകാല സമയത്ത്, അതായത് ഇന്ന് വൈകിട്ട് 3-നും 4:30-ക്കും ഇടയിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എവിടെ ഇരുന്നാലും ദുർഗാദേവിയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ദുർഗാദേവിയുടെ മന്ത്രം 9 തവണയോ അല്ലെങ്കിൽ 11 തവണയോ ജപിക്കാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ദുർഗാദേവിയുടെയും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.